ഞാൻ 4-5 പ്രിൻസിപ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ 2 ദിവസം പറഞ്ഞാൽ തീരാത്ത കഥയോട് ഞങ്ങൾക്ക് പറയാം. അപ്പം ഒന്ന്, അപരിഗ്രഹം എന്ന് പറഞ്ഞൊരു ഒരു വേദാന്തത്തിൽ വാക്കുണ്ട്. അപരിഗ്രഹം, ആ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്റേതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്നാണ്. അപ്പൊ എന്റേതായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഇവിടെ ഫിസിക്കൽ പോളിസി തീരുമാനിക്കുന്നത് ഇവരൊക്കെയാണ്. ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ഒരു നാട്ടിൽ എത്ര രൂപ പലിശ കൊടുക്കണം, നിങ്ങൾ NBFC-യിൽ ചേർന്നാൽ എത്ര വരെ ആകാം, ഒരു പ്രോപ്പർ നാഷണലൈസ് ബാങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ പലിശ തരും, നിങ്ങൾ FD-ക്ക് എത്ര പലിശ കിട്ടും, നിങ്ങൾ RD-ക്ക് എത്ര പലിശ കിട്ടും, നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ SEBI-യുടെ കൺട്രോളുള്ള വേറെ ഏജൻസി, വേറൊരു സംവിധാനമുണ്ട്, അവിടെ പൊക്കോ, റിസ്ക് എടുത്തോ, ഇക്വിറ്റീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യോ, എന്തുകൊണ്ടോ ചെയ്തോ, ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കുറെ സ്കീംസ് ഉണ്ട്, അതൊക്കെ ചെയ്തു. ഇതെല്ലാം സർക്കാർ നമുക്ക് അടയാളപ്പെടുത്തി തന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിലൂടെ ഉള്ളതല്ലാത്ത ഏത് വരുമാനത്തിനെയും പോലീസ് പറയുന്നത് ഈസി മണി എന്നാണ്. ഈസി മണി, പ്രൈസസ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീംസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട് ഞങ്ങൾക്ക്. അതിനകത്താണ് ഞങ്ങൾ ഈസി മണി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് RBI പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചാനൽസിലൂടെ അല്ലാതെ വരുന്ന എല്ലാ പൈസയും എന്ത് പൈസയാണ്? ഈസി മണിയാണ്. ഈസി മണി നിങ്ങളുടേതല്ല. നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. സാറേ, ഞാനൊരു സ്ഥലം മേടിക്കാൻ പോയി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് സ്ഥലം മേടിച്ചു. അദ്ദേഹം ഒരു BPCL ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു ഫ്ലാറ്റ് മേടിച്ചു തൃശ്ശൂർ. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾക്കുള്ള നിർബന്ധം എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് എഴുതിക്കോ, അതിനുള്ള സ്റ്റാൻഡേർഡ് ഞങ്ങൾ തരാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളാം. 26 ഫ്ലാറ്റുള്ള ഫ്ലാറ്റ് സമുച്ചയത്തില് ഒരു ഫ്ലാറ്റ് ഞങ്ങൾ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് മേടിച്ചു. ഞങ്ങൾ പറഞ്ഞാൽ എന്റെ സുഹൃത്ത്, ഞാനല്ല. അദ്ദേഹത്തോട് എന്റെ അടുപ്പക്കാരൻ ഞാൻ പറഞ്ഞു, നിയമപരമായിട്ട് ഒരു കാര്യം അല്ലാതെ ചെയ്യാൻ പാടില്ല, 100% പൈസ ഡിക്ലെയർ ചെയ്ത് കൊടുത്തോളാം. ആ വെണ്ടറും ഏജന്റുമായിട്ട് ഒരുത്തനുണ്ടായിരുന്നു, ഇത് കണ്ടുപിടിച്ചെന്ന്. അവനൊരു 5 മാസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തല്ലുവിട്ട ആശുപത്രിയിൽ. നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണ്. തല്ല് കൊണ്ടത് ആരുടെ അടുത്തുനിന്നാണ്? ബാക്കി 25 വീട്ടുകാരുടെ അടുത്തുനിന്നും. വീട്ടുകാർക്കും രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഒരു കടലാസ് പോയി, നിങ്ങൾ അണ്ടർവാല്യൂ ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ രജിസ്ട്രേഷൻ നടത്തി ഇത്ര രൂപയ്ക്ക് വന്നതാണ്, ഇതിന് ഇത്രയും സ്റ്റാമ്പ് സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും ശരാശരി 3.5 ലക്ഷം രൂപ വെച്ച് തിരിച്ച് സർക്കാരിലോട്ട് അടയ്ക്കണം. അപ്പം ആരെ അടിച്ചതെന്നൊന്നും ഈ സുഹൃത്തിന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പിന്നെ അവിടെയുള്ള പോലീസുകാരടുത്ത് പറഞ്ഞ അയാളുടെ പോയി എന്തെങ്കിലും സഹായം വേണോ എന്നൊന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞത് പ്രത്യേകം പറ എന്ന് പറഞ്ഞു. അയാൾ ആശുപത്രി കിടന്ന് തൊഴാൻ പോലും പറ്റുന്നില്ല. കൈ കാലൊക്കെ ഒരു പരുവത്തിലായി. കിട്ടിയ സഹായമൊക്കെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. കൂടുതൽ സഹായിക്കണമെന്ന് മാത്രം സാറിനോട് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്. ദിസ് ഇസ് അഗൈൻ ഈസി മണി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം നിർത്തണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, ഈസി മണി ഒന്നും വേണ്ട എന്ന് വെക്കാനുള്ള ആർജവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.